ആ പതിവ് ഇന്ന് തെറ്റുന്നു. കുരിശ് വരയ്ക്കുന്ന, കൊന്ത ചെല്ലുന്ന, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ. കാരണം പ്രാർത്ഥിക്കുമ്പോൾ ഒരു തരംഗം സൃഷ്ടിക്കപ്പെടും. ചെതറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തരംഗങ്ങൾ ചെതറിപ്പോവും. അടുത്തിരുന്ന് പ്രാർത്ഥിച്ചോ അപ്പൻ്റെ ആത്മീയ തരംഗം അമ്മയിലേക്ക്. ക്രിസ്തുവിനെ കാണാതെ പോയ 3 ദിവസങ്ങൾ ദേവാലയ പരിസരത്ത് മറിയത്തിനുണ്ടായി. മാതാവ് ഏറ്റവും വേദനിച്ചത് ക്രിസ്തുവിനെ കാണാതെ പോയ 3 ദിവസങ്ങൾ. ക്രിസ്തു ഇറങ്ങിപ്പോയ വീടാണ് എൻ്റെ വീട്. സന്ധ്യാപ്രാർത്ഥനയില്ല, കൊന്തയില്ല, പ്രാർത്ഥനകളൊന്നുമില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, ബൈബിൾ വായനയില്ല. ക്രിസ്തു ഇറങ്ങിപ്പോയ കുടുംബം. കർത്താവിനെ വശത്തേക്ക് മാറ്റരുത്, അവനെ നടുവിൽ നിർത്തണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫാമിലി പ്രെയർ. സ്നേഹമുള്ളവരെ, പണ്ട് മനുഷ്യൻ്റെ പതിവായിരുന്നു സന്ധ്യാപ്രാർത്ഥന. പണ്ട് മനുഷ്യൻ്റെ പതിവായിരുന്നു. ആ പതിവ് ഇന്ന് തെറ്റുന്നു. കുരിശ് വരയ്ക്കുന്ന, കൊന്ത ചെല്ലുന്ന, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ സമൂഹത്തിൻ്റെ ഒരു പതിവായിരുന്നു. ഇന്ന് ആ പതിവുകളിൽ മാറ്റം വരുന്നു. പ്രാർത്ഥനാ സമയത്ത് കുടുംബനാഥൻ സിറ്റി പോയിട്ട് വീട്ടിൽ വന്നിട്ടില്ല. പ്രാർത്ഥനാ സമയത്ത് ചില മക്കൾ മൊബൈൽ ഫോൺ നോക്കുന്നു, ചിലർ TV കാണുന്നു, ചിലെന്തോ വായിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ കുടുംബമായിട്ട് കുടുംബം മാറും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് നിലനിൽക്കും. ഒന്നിച്ച് ഭക്ഷിക്കുക, ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ആ കുടുംബം ബലമുള്ള കുടുംബമാകും, നിലനിൽപ്പുള്ള കുടുംബമായി മാറും. പ്രാർത്ഥന ചെതറിയോ കുടുംബം ചെതറും. ഒരു കൊന്തയെ കൊന്തയാക്കുന്നത് കൊന്തമണികളെ കോർത്തിണക്കുന്ന ചരട് പൊട്ടിയാൽ കൊന്തമണികൾ പല വഴിക്ക് ഉരുണ്ടുപോകും. കുടുംബത്തെ കുടുംബമാക്കുന്ന ചരട് കുടുംബ പ്രാർത്ഥനയാണ്. വല്യപ്പൻ, വല്യമ്മ, മകൻ, മരുമകൾ, കൊച്ചുമക്കൾ ഒരു കൊന്തമണി പോലെ കോർത്തിണക്കുന്നത് സന്ധ്യാപ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം പണ്ടുണ്ടായിരുന്നു. ഇന്ന് അത് മറന്നുപോയെങ്കിൽ അത് വീണ്ടും ഒരുമിച്ച് വരണം. കാരണം പ്രാർത്ഥിക്കുമ്പോൾ ഒരു തരംഗം സൃഷ്ടിക്കപ്പെടും. ചെതറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തരംഗങ്ങൾ ചെതറിപ്പോവും. അടുത്തിരുന്ന് പ്രാർത്ഥിച്ചോ അപ്പൻ്റെ ആത്മീയ തരംഗം അമ്മയിലേക്ക്, അമ്മയുടെ തരംഗം അപ്പനിലേക്ക്, മാതാപിതാക്കളുടെ തരംഗം മക്കളിലേക്ക്. ഒരു തരംഗം ഉണ്ടാകും കുടുംബത്തിൽ. അതാണ് സന്ധ്യാപ്രാർത്ഥന. ഒരു ഇടവകയിൽ ഒരുമിച്ച് കുർബാന ലഭിക്കുമ്പോൾ ഇടവക കൂട്ടായ്മ എന്ന ഒരു തരംഗമുണ്ട്. അതുപോലെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബമെന്ന ഒരു തരംഗമുണ്ട്. ആ തരംഗത്തിലായിരിക്കണം നമ്മുടെ കുടുംബം. ഇപ്പോൾ നിന്നുപോയ പ്രാർത്ഥനകൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ക്രിസ്തുവിനെ കാണാതെ പോയ 3 ദിവസങ്ങൾ ദേവാലയ പരിസരത്ത് മറിയത്തിനുണ്ടായി. മാതാവ് ഏറ്റവും വേദനിച്ചത് ക്രിസ്തുവിനെ കാണാതെ പോയ 3 ദിവസങ്ങൾ. ഏറ്റവും ആനന്ദിച്ചത് കണ്ടുകിട്ടിയ 3-ാം ദിവസം. നമ്മളൊക്കെ ഈ ചെറിയ സന്ദേശം കേൾക്കുമ്പോൾ ഓർക്കണം, ക്രിസ്തു ഇറങ്ങിപ്പോയ വീടാണ് എൻ്റെ വീട്. സന്ധ്യാപ്രാർത്ഥനയില്ല, കൊന്തയില്ല, പ്രാർത്ഥനകളൊന്നുമില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, ബൈബിൾ വായനയില്ല. ക്രിസ്തു ഇറങ്ങിപ്പോയ കുടുംബം. എങ്കിൽ ഒന്നുകൂടി നഷ്ടപ്പെട്ട ക്രിസ്തുവിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം. നിർത്തിയ സന്ധ്യാപ്രാർത്ഥനയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. നമ്മുടെ ഏറ്റവും വലിയ ബലം ആ പ്രാർത്ഥനയാണ്. അന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച കുടുംബങ്ങളിൽ നിന്നും അധികം മക്കളാരും ചോർന്നു പോയിട്ടില്ല, അധികം കുടുംബങ്ങൾ തകർന്നിട്ടുമില്ല. ആ വീട്ടിലെ മക്കൾ വളർന്നു വന്നു, വീട് പച്ച പിടിച്ചു, നാട് പച്ച പിടിച്ചു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കും. കർത്താവ് പറയുന്നുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നടുവിൽ ഞാനുണ്ട്. അപ്പനമ്മ മക്കൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന വീടിൻ്റെ നടുവിൽ കർത്താവുണ്ട്. കർത്താവിനെ വശത്തേക്ക് മാറ്റരുത്, അവനെ നടുവിൽ നിർത്തണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫാമിലി പ്രെയർ. അപ്പം ആ ഒരു പ്രാർത്ഥനയിൽ ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ എന്തു സംഭവിക്കും? ദൈവത്തിൻ്റെ കണ്ണ് ഭർത്താവിന് കിട്ടും, ദൈവത്തിൻ്റെ കണ്ണ് ഭാര്യയ്ക്ക് കിട്ടും, ദൈവത്തിൻ്റെ കണ്ണ് മാതാപിതാക്കൾക്ക് കിട്ടും. ദൈവം കാണുന്ന പോലെ ക്ഷമയോടെ എൻ്റെ ഭർത്താവിനെ നോക്കി കാണും, ദയോടെ എൻ്റെ ഭർത്താവിനെ നോക്കി കാണും, കരുണയോടെ എൻ്റെ ഭാര്യ നോക്കി കാണും, കുഞ്ഞുങ്ങളെ അങ്ങനെ കാണും. പ്രായമായ മാതാപിതാക്കളെ അരിവോടെ മക്കൾ കാണും. കാരണം ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ കാതും ദൈവത്തിൻ്റെ മനസ്സിൽ ലഭിക്കുന്നു. അത് ലഭിക്കുന്നത്
കുടുംബ പ്രാർത്ഥനയിലാണ്. ആ പ്രാർത്ഥന നമുക്ക് വീണ്ടും ആർജിക്കാം. ഉപേക്ഷകൾ വന്നെങ്കിൽ തിരിച്ചു പോകാം, തിരിച്ചു നടക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. അതിനായി സമയം കണ്ടെത്താം, വഴി കണ്ടെത്താം. നന്ദി, നമസ്കാരം.